Hey, once again, this is Thomas from Mila Academy. IELTS റീഡിങ് ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള മൊഡ്യൂളാണ്. ഓക്കെ, ഞാൻ നോക്കുവാണെങ്കിൽ റൈറ്റിങ്ങിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് സ്കോർ കുറയുന്നത് റീഡിങ്ങിനാണ്. ഓക്കെ, പക്ഷേ ഈ റീഡിങ്ങിന് സ്കോർ കുറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ഇല്ല ആൻസേഴ്സ് കണ്ടെത്താനായിട്ട്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു 5 സ്റ്റെപ്പ് മെത്തേഡ് പറഞ്ഞു തരാനാണ്. റീഡിങ്ങിൻ്റെ ഒരു 5 സ്റ്റെപ്പ് മെത്തേഡ്. ഈ മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ റീഡിങ് വിൽ ബി എ പീസ് ഓഫ് കേക്ക് ഫോർ യു. സോ വിത്തൗട്ട് ഫർദർ ado, let's get started. So സ്റ്റെപ്പ് 1. എന്താണ് സ്റ്റെപ്പ് 1? സ്കിം റീഡിങ്. സ്കിം റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഓടിച്ച് വായിക്കുക. ഓക്കെ, ഓടിച്ച് വായിക്കുന്നത് പറയുമ്പോൾ നമ്മൾ ടൈം എടുത്ത് വായിക്കരുത്. മാക്സിമം 2 to 3 മിനിറ്റ്സിനുള്ളിൽ ഒരു പാസേജ് ഫുള്ള് വായിച്ച് തീർക്കുക. എന്തിനാണ് ഈ ഓടിച്ച് വായിക്കുന്നത്? ആ പാസേജ് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണോ? അല്ല, ദാറ്റ്സ് നോട്ട് ദി ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാസേജിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ഒക്കെ ഒന്ന് ഫെമിലിയറൈസ്ഡ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്കിം റീഡിങ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഒരു കാര്യം മറക്കരുത്, 2 to 3 മിനിറ്റ്സ് മാക്സിമം. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ളിൽ നിങ്ങൾ ചടപടാന്ന് വായിച്ചു പോകണം. ദാറ്റ്സ് എ തിങ്. ഇത് എന്തിനാണ് ഇങ്ങനെ വേർഡ്സ് ഫെമിലറൈസ്ഡ് ആവുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ മനസ്സിലാവും. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ സ്റ്റെപ്പ് 2 സ്കിം റീഡിങ് കഴിഞ്ഞു. ഇനിയും ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നേരെ പോയിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ഉള്ള കീവേഡ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, എല്ലാ വേർഡ്സും മാർക്ക് ചെയ്ത് നോക്കരുത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഈ വാക്ക് പാസേജിൽ ഉണ്ടാവും എന്ന് തോന്നുന്ന വാക്കുകൾ ഒരു 2 or 3 മാക്സിമം അത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അത്രയും മാത്രം ഇപ്പോൾ ചെയ്താൽ മതി. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. സോ തേർഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തായിരുന്നു? നമ്മൾ കീവേഡ്സ് മാർക്ക് ചെയ്തു അല്ലേ? തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്ക് ചെയ്ത കീവേഡ്സ് നമ്മൾ പാസേജിൽ നിന്ന് കണ്ടെത്തണം. ഓക്കെ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മാർക്ക് ചെയ്ത വേർഡ്സ് തന്നെ പാസേജിൽ നിന്ന് കിട്ടും എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് വരാൻ പറ്റില്ല. ഒരു മോർ ദാൻ 50% ഓഫ് ദ ടൈം ഈ മാർക്ക് ചെയ്ത വേർഡ്സിൻ്റെ പാരഫ്രേസ്ഡ് വേർഷൻസ് ആയിരിക്കും നമ്മൾ പാസേജിൽ കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പാരഫ്രേസ്ഡ് വേർഷൻസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഹണ്ടിനിറങ്ങണം. ഓക്കെ, എന്നിട്ട് ഈ വാക്ക് ഈ കീവേഡ്സ് നമ്മൾ പാസേജിലുള്ള ഏതെങ്കിലും പാരഗ്രാഫിൽ നമ്മൾ കണ്ടെത്തുക. ഏതെങ്കിലും പാരഗ്രാഫിൽ ഈ വാക്കുകൾ ഉണ്ടാവും. ഈ വാക്കുകളോ അതിൻ്റെ പാരഫ്രേസ്ഡ് വേർഷൻസോ ഉണ്ടാവും. എന്നിട്ട് ഈ കീവേഡ്സിൻ്റെ പാരഫ്രേസ്ഡ് വേർഷൻസും കീവേഡ്സും ഉള്ള പാരഗ്രാഫ് നിങ്ങൾ ലോക്ക് ചെയ്യണം, മാർക്ക് ചെയ്യണം. എന്നിട്ട് അത് ടാർഗറ്റ് പാരഗ്രാഫായിട്ട് വെക്കുക. ഇങ്ങനെ ടാർഗറ്റ് പാരഗ്രാഫ് കണ്ടുപിടിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഒരു ലൈബ്രറി പോയി ഒരു ഹാരി പോട്ടറിൻ്റെ ബുക്ക് എടുക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ നേരെ ലൈബ്രറി ചെന്ന് ഹാരി പോട്ടർ തപ്പി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാരി പോട്ടർ കിട്ടും. ഹാരി പോട്ടർ കിട്ടും, പക്ഷെ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ഒരു എളുപ്പമാർഗ്ഗമുണ്ട് ഹാരി പോട്ടർ കിട്ടാൻ. നമ്മൾ ആ ഹാരി പോട്ടർ ഏത് ജോൺറ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേതാണ്, ഫിക്ഷനാണോ ആക്ഷനാണോ ഏതാണ് ജോൺറ എന്ന് മനസ്സിലാക്കി ആ ജോൺറ എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാറ്റഗറി ഓഫ് ബുക്സിനകത്ത് ഹാരി പോട്ടർ ഉണ്ടാവും. അതേപോലത്തെ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ കീവേഡ് ട്രാക്ക് ചെയ്യുന്ന പരിപാടി. ഓക്കെ, എന്നിട്ട് ആ കീവേഡ്സ് ഉള്ള പാരഗ്രാഫ് നമ്മൾ മാർക്ക് ചെയ്യും. അത് ടാർഗറ്റ് പാരഗ്രാഫാണ്. ഈ ഒരു സ്റ്റെപ്പാണ് തേർഡ് സ്റ്റെപ്പ്. ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ നിന്ന് കീവേഡ് കണ്ടെയ്ൻ ചെയ്യുന്ന പാരഗ്രാഫ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് പല ആൾക്കാരും തെറ്റിക്കുന്നത്. ഇത് മര്യാദയ്ക്ക് ചെയ്യാത്തതാണ് പല ആൻസേഴ്സും തെറ്റിപ്പോകുന്നത്. എന്താണ് ഈ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ പോകണം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി എന്തിനാണ്? കീവേഡ്സ് മാർക്ക് ചെയ്യാനും ആ കീവേഡ്സ് കണ്ടെത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടത് ഒരു പ്രാവശ്യം കൂടി കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടിയാണ്. പിന്നെ
നമ്മൾ മലയാളികളായതുകൊണ്ട് ഈ സെൻറ്റൻസിൻ്റെ ആ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന സെൻറ്റൻസിൻ്റെ മീനിങ് മലയാളത്തിൽ മനസ്സിലാക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒരിക്കലും എൻകറേജ് ചെയ്യാത്തൊരു കാര്യമാണ് മലയാളത്തിൽ തിങ്ക് ചെയ്യണമെന്ന് സംസാരിക്കണമെന്ന്. ബട്ട് റീഡിങ്ങിന് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ മലയാളത്തിൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോപ്പർ നമ്മൾ എന്താണ് എന്തിനു വേണ്ടിയാണ് സെർച്ച് ചെയ്യുന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നമ്മുടെ തലയിൽ കത്തും. ആ ഒരു സാധനം നമ്മുടെ തലയിൽ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക സെർച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈസിലി നമുക്ക് ആൻസർ കിട്ടും. സോ എന്താണ് ഫോർത്ത് സ്റ്റെപ്പ്? റീഡ് ദി ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ, ഗോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് മീനിങ് ഇൻ മലയാളം. മലയാളത്തിൽ മീനിങ് മനസ്സിലാക്കുക. സോ ഫൈനൽ സ്റ്റെപ്പ് ഭയങ്കര സിമ്പിളാണ്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് പാരഗ്രാഫ് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീനിങ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ആ മനസ്സിലുള്ള മീനിങ് വെച്ചുകൊണ്ട് ടാർഗറ്റ് പാരഗ്രാഫിൽ പോവുക. ആ ടാർഗറ്റ് പാരഗ്രാഫ് ഫ്രം ദി ബിഗിനിങ് അണ്ടിൽ ദി എൻഡ് ആക്റ്റീവായിട്ട് വായിക്കുക. എവിടെയാണ് കറക്റ്റ് ആ ടാർഗറ്റ് പാരഗ്രാഫ് മീനിങ് ആയിട്ട് കണക്റ്റഡ് ആവുന്നത് അവിടെ ആ ഒരു ഏരിയയിൽ അതിൻ്റെ ആൻസർ ഉണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്ന ആ ഒരു പോർഷൻ നിങ്ങൾ ആൻസർ എടുത്ത് എഴുതുക. പിന്നെ ആൻസറായിട്ട് എടുത്ത് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ഗ്രമാറ്റിക്കലി ആക്യുറേറ്റ് ആവുന്നുണ്ടെന്ന് കൂടി നോക്കുക. പിന്നെ ഇൻസ്ട്രക്ഷൻ ശ്രദ്ധിക്കുക, നോട്ട് മോർ ദാൻ 2 words ആണോ, ഓൺലി 1 word ആണോ എന്നുള്ള കേസൊക്കെ നമ്മൾ നോക്കുക. 1 word ആണെങ്കിൽ ആ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഏതാണോ അത് സെലക്ട് ചെയ്ത് എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ട്രൂ ഓർ ഫോൾസ് ആണെങ്കിൽ കുഴപ്പമില്ല. എന്താണ് അവിടുന്ന് ഇൻഫർമേഷൻ എന്താണോ മനസ്സിലാവുന്നത് അതിനെ ബേസ് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് പറഞ്ഞാൽ മതി. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 5 സ്റ്റെപ്പ് എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അത് കണ്ട് നിങ്ങളും അതേപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. റീഡിങ് വിൽ ബി മച്ച് ഈസിയർ. അലക്സാണ്ടർ ഹെൻഡേഴ്സൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ എന്താ പറയുക, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുക, സ്കിം റീഡിങ് അതല്ലേ. സ്കിം റീഡിങ് ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പാസേജ് കിട്ടിയിട്ടുണ്ട്. ഈ പാസേജ് നമ്മൾ മാക്സിമം 2 to 3 minutes വായിച്ച് തീർക്കുക, സ്പീഡിൽ ഓടിച്ച് വായിക്കുക. ഓക്കെ, യു ഡു ഇറ്റ്. ഓക്കെ, സോ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് എന്താ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ഈ 5 സ്റ്റെപ്പിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? യെസ്, മാർക്കിംഗ് ദ കീവേഡ്സ്. നമ്മൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Henderson rarely visited the area around Press Estate when he was younger. So ഇത് ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പാസേജസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ട്രൂ ആണോ ഫോൾസ് ആണോ അത് നോട്ട് ഗിവൻ ആണോ അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ കീവേഡ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കീവേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയർലി, വിസിറ്റഡ്, പ്രസ് ഏരിയ, യങ്കർ. ഈ 4 കീവേഡ്സാണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തേർഡ് സ്റ്റെപ്പിൽ എന്താ പറയുക, പാസേജിലേക്ക് പോയിട്ട് ഈ 4 കീവേഡ്സ് കണ്ടെത്തുക. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, മോസ്റ്റ് ഓഫ് ദ ടൈം പാരഫ്രൈസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സുഖമായിട്ട് കണ്ടെത്താൻ പറ്റുന്ന കീവേഡാണ് പ്രസ് എസ്റ്റേറ്റ്. അത് നമുക്ക് പാരഫ്രൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പെട്ടെന്ന് കണ്ടെത്തുക. യെസ്, ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഉണ്ട് പ്രസ് എസ്റ്റേറ്റ്. ഓൾറൈറ്റ്, പിന്നെ ഉള്ളത് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്നത് യങ്ങർ. അതിൻ്റെയൊക്കെ സിനോണിംസ് ഭയങ്കര ഈസിലി നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ വായിച്ചുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ചൈൽഡ്ഹുഡ് എന്നുള്ള വാക്ക് ഞാൻ കണ്ടായിരുന്നു, അപ്പോൾ അത് കിട്ടി. ഇനിയുള്ളത് എന്താണ്? വിസിറ്റഡ്. റെയർലി നോക്കാം. ഇപ്പോൾ റെയർലിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കാണെങ്കിലും നമുക്ക് എന്താ പറയുക, അത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ റെയർലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മച്ച്, സ്പെൻഡ് മച്ച് എന്നുള്ള വാക്കുണ്ട്. ഓക്കെ, ഇത്രയും മതിയാവും. അപ്പോൾ ആ പാരഗ്രാഫിലാണ് ഈ 3 വാക്കും കിടക്കുന്നത്. സോ നമ്മുടെ ടാർഗറ്റ് പാരഗ്രാഫ് നമ്മൾ കണ്ടെത്തി. ഫസ്റ്റ് പാരഗ്രാഫാണ് ടാർഗറ്റ് പാരഗ്രാഫ്. അപ്പോൾ ടാർഗറ്റ് പാരഗ്രാഫ് കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? നമ്മൾ ഒന്നുകൂടെ ക്വസ്റ്റ്യനിലേക്ക് വരിക, അതിൻ്റെ മലയാളം മീനിങ് കണ്ടെത്തുക. ഹെൻഡർസൺ റെയർലി വിസിറ്റഡ് ദി ഏരിയ അറൗണ്ട് പ്രസ് എസ്റ്റേറ്റ് വെൻ ഹി വാസ് യങ്. അപ്പോൾ അതിന് മലയാളം എന്താണ്? ഹെൻഡർസൺ ഈ പ്രസ് എസ്റ്റേറ്റിൽ വളരെ റെയറായിട്ട് മാത്രമാണ് വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്.
ആളുടെ കുട്ടിക്കാലത്ത്. ഇതാണ് അതിൻ്റെ മലയാളം മീനിങ്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ടാർഗറ്റ് പാരഗ്രാഫ് വായിച്ചു നോക്കുക. അപ്പോൾ ശരിക്ക് ഇത് ഫോക്കസ്ഡ് ആയിട്ട് ആക്റ്റീവായിട്ട് വായിക്കുക. പിന്നെ അത് പറയുന്നത് എന്താണ്? ദ ഫാമിലി ഹാഡ് എക്സ്റ്റെൻസീവ് ലാൻഡ് ഹോൾഡിങ്സ് ഇൻ സ്കോട്ട്ലൻഡ്. ബിസൈഡ്സ് ഇറ്റ്സ് റെസിഡൻസ് in Edinburgh, it owned Press Estate, 650 acres of farmland, about 35 miles southeast of the city. The family often stayed at Press Castle, not Press Estate, the large mansion on the northern edge of the property, and Alexander spent much of his childhood in the arena playing on the beach near Eyemouth or fishing streams. So, നമുക്കിത് വായിച്ചു നോക്കാം. Family had extensive land holdings in Scotland. Besides its residence in Edinburgh, it owned Press Estate, 650 acres of farmland about 35 miles southeast of the city. The family often stayed at Press Castle, the large mansion on the northern edge of the property. Okay, അത് പ്രസ് എസ്റ്റേറ്റിലെ ഒരു മാൻഷനാണ് ഈ പ്രസ് കാസിൽ എന്ന് പറഞ്ഞത്. ആൻഡ് അലക്സാണ്ടർ സ്പെൻഡ് മച്ച് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ് ഇൻ ദി ഏരിയ പ്ലേയിങ് ഓൺ ബീച്ച് നിയർ ഐമൗത്ത് ഓർ ഫിഷിംഗ് ഇൻ ദ സ്ട്രീംസ് നിയർ ബൈ. അപ്പോൾ ഇവിടുന്ന് ക്ലിയർ ആണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ പറയുന്നത് എന്താണ്? ഹെൻഡേഴ്സൺ റെയർലി വിസിറ്റഡ് ദി ഏരിയ അറൗണ്ട് ദി എസ്റ്റേറ്റ് വെൻ ഹി വാസ് യങ്. ആള് വളരെ കുറച്ച് സമയം മാത്രമേ ഈ പ്രസ് എസ്റ്റേറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ആളുടെ ചെറുപ്പകാലത്ത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ഹി ഹാഡ് സ്പെൻഡ് മച്ച് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ് ഇൻ പ്രസ് കാസിൽ. പ്രസ് കാസിൽ എവിടെയാണ്? പ്രസ് എസ്റ്റേറ്റിലെ ഒരു മാൻഷനാണ്. അപ്പോൾ പ്രസ് എസ്റ്റേറ്റ് തന്നെയാണ്. സോ അപ്പോൾ ആൾ കൂടുതൽ സമയം അവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ എന്താണ്? ഫോൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തു, എനിക്ക് പെട്ടെന്ന് ആൻസർ കിട്ടി. ഇതേപോലെ തന്നെ എല്ലാ ആൻസറും ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. സി എത്ര എളുപ്പത്തിൽ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? നമ്മൾ ഈ 5 സ്റ്റെപ്സ് യൂസ് ചെയ്തു. ഈ 5 സ്റ്റെപ്സ് നിങ്ങൾക്കും യൂസ് ചെയ്യാം. നിങ്ങൾക്കും ഇതേപോലെ എളുപ്പത്തിൽ ആൻസേഴ്സ് കണ്ടെത്താം. ഓക്കെ, ട്രൈ യൂസിങ് ഇറ്റ്. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്ത 5 ക്വസ്റ്റ്യൻസ് പാസേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലീസ് സബ്സ്ക്രൈബ്. ഇതേപോലത്തെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് നമ്മൾ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ IELTS പ്രിപ്പറേഷനൊക്കെ മുമ്പ് നിങ്ങളിത് വായിച്ചിട്ട് അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു സ്കോർ ഹയർ ബാൻഡ്സ് ഇൻ IELTS. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്.